ഇത് മോട്ടോറോളയുടെ തിരിച്ചുവരവാണെങ്കിൽ ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. ഇതാണ് മോട്ടോ E7 Plus ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കമൻറ്റ് പറഞ്ഞത്? അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ അറിയാം. ഈ വീഡിയോയിൽ നമ്മൾ മോട്ടോ E7 Plus റിവ്യൂ ചെയ്യുകയാണ്. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒത്തിരിയേറെ എഫോർട്ട് എടുക്കാറുണ്ട്. ആ എഫോർട്ടുകൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും അമർത്തിക്കൊണ്ട്. മോട്ടോ E7ൻ്റെ കാര്യത്തിൽ ആകെ മൊത്തം എനിക്ക് ക്വാളിറ്റി ഇല്ല എന്ന് തോന്നുന്നത് ഇതിൻ്റെ പാക്കേജിങ്ങും ചാർജർ ക്വാളിറ്റിയും മാത്രമാണ്. പാക്കേജിങ് അല്പം കൂടി അവർക്ക് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. ഇത്രയും നാളായില്ലേ. കഴിഞ്ഞ ഇടയ്ക്ക് മോട്ടോയുടെ തിരിച്ചുവരവിന് ശേഷം അവരുടെ പാക്കേജിങ്ങിൽ ക്വാളിറ്റി ഡിക്രീസ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം പലരും എടുത്തു പറഞ്ഞാണ്. ഇതുവരെ മോട്ടോ അത് ഫിക്സ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ഡിവൈസ് 9500 രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത്. എന്നാൽ ഇപ്പോൾ ഇത് 9000 രൂപയ്ക്ക് ബിഗ് ബില്യൺ ഡേ സെയിലിൽ അവൈലബിൾ ആണ്. എനിക്കറിയാം ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് ബിഗ് ബില്യൺ ഡേ കഴിയും. നേരത്തെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത് ഞാനിത് കുറച്ച് നാളെങ്കിലും ഉപയോഗിച്ച് നോക്കാണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് ആ ഡീൽ പേജിലോട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ 9000 രൂപയ്ക്ക് ഈ ഡിവൈസ് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാൻ കഴിയും. ഈ ഡിവൈസ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. സാർ വാല്യൂ നോക്കുകയാണെങ്കിൽ 2 ഹെഡ് 1.0യും 2 ബോഡി 1.4ഉമാണ്. ഇപ്പോൾ സാർ വാല്യൂവിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നവർക്ക് അത് അല്പം കൂടുതലായിട്ട് തോന്നിയേക്കാം. ബോക്സിനുള്ളിൽ നമുക്ക് ആദ്യമേ ലഭിക്കുന്നത് മോട്ടോ E7 Plus സ്മാർട്ട് ഫോൺ തന്നെയാണ്. അതിൻ്റെ പുറത്ത് വളരെ പ്രധാനപ്പെട്ട ചില സ്പെക്കുകൾ എഴുതിയിട്ടുണ്ട്. എക്സ്പെഷ്യലി ഇതിൻ്റെ 48 MB ക്യാമറ. ഫോൺ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ബാക്കി ബോക്സ് കോണ്ടൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയ അടുക്കും ചിട്ടയുമില്ലാതെ കുറച്ച് പേപ്പേഴ്സൊക്കെ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. യൂസർ മാനുവലും അതുപോലെ തന്നെ വാറണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സുമാണ്. അതിനുശേഷം നമുക്ക് ലഭിക്കുന്നത് ഒരു സിം ഇജക്ടർ ടൂളാണ്. നന്നായി, അതിന് അല്പം ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു ചാർജറാണ്. സോറി ടു സേ, ഇപ്പോഴും ഇത് 5 watts 2 amp ആണ്. ഇത് ഒരു രീതിയിലും ഒരു ഫാസ്റ്റ് ചാർജർ കാറ്റഗറിയിലോട്ട് വരുന്നില്ല. ഇതിനുശേഷം നമുക്ക് ലഭിക്കുന്നത് ഒരു ടൈപ്പ് സി നെവർ മൈക്രോ USB കേബിളാണ്. ഈ കേബിളിൻ്റെ കാര്യത്തിൽ മാത്രം മോട്ടോറോള ഇതുവരെ ഒരു കോംപ്രമൈസിലോട്ട് പോയിട്ടില്ല. അതായത് ഒരു ടൈപ്പ് സി കേബിൾ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല. മോട്ടോ G8 പവർ ലൈറ്റിൻ്റെ വീഡിയോയിൽ നമ്മളിത് പറഞ്ഞാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിനുള്ളിൽ വരുന്നത്. സ്മാർട്ട് ഫോൺ, ചാർജർ, കേബിൾ, കുറച്ച് ലീഫ്ലെറ്റ്സ്, അതുപോലെ തന്നെ ഒരു സിം ഇജക്ടർ ടൂൾ. ഇനി ശരിക്കുമുള്ള ക്വാളിറ്റി ഈ ഒരു ടോട്ടൽ പാക്കേജിൽ ഞാൻ കണ്ടത് ആ സ്മാർട്ട് ഫോണാണ് റിയൽ ക്വാളിറ്റി. കാരണം മോട്ടോയിൽ നിന്ന് ഞാൻ പ്രതീക്ഷ ഇതിനേക്കാൾ അല്പം കുറഞ്ഞൊരു ക്വാളിറ്റി ആയിരുന്നു. 5 സെഗ്മെൻറ്റുകളിലായിട്ട് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. ഏതൊക്കെയാണ് ആ സെഗ്മെൻറ്റുകളെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ബിൽഡ് ആൻഡ് ഡിസൈൻ, ക്യാമറ, സ്ക്രീൻ ആൻഡ് മൾട്ടിമീഡിയ, ബാറ്ററി, സ്പെക്സ്. അപ്പോൾ ആദ്യത്തെ സെഗ്മെൻറ്റിലോട്ട് പോകാം. ബിൽഡ് ആൻഡ് ഡിസൈൻ. ഈ ഡിവൈസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മോട്ടോ ഡിവൈസ് ആയിരുന്നു മോട്ടോ G8 പവർ ലൈറ്റ്. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ മോട്ടോ വ്യക്തമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. ഈ ഡിവൈസിൻ്റെ പിൻഭാഗം പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്ലാസും മെറ്റലും ഒന്നും ഇവിടെയില്ല. എന്നിരുന്നാലും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മോട്ടോ G8 പവർ ലൈറ്റിൻ്റെ ആ ബിൽഡ് ക്വാളിറ്റി നന്നായിരുന്നു, മോശമൊന്നുമില്ല. പക്ഷേ അതും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും മോട്ടോ E7 Plusൻ്റെ ബിൽഡ് നല്ല റോബസ്റ്റാണ്. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് എക്സ്പയറിംഗ് ആണ്. ഇതിപ്പോൾ താഴെ വീഴുമോ അല്ലെങ്കിൽ തെന്നിപ്പോകുമോ അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ല. ഈ ഡിവൈസിൽ ഉപയോഗിച്ചിരുന്ന ബട്ടൺസും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നല്ല ടാക്റ്റൈൽ ഫീഡ്ബാക്ക് നൽകുന്നുണ്ട്. ഫോണിൻ്റെ വലതുവശത്ത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, പവർ ബട്ടൺ, പിന്നെ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ മുകൾ ഭാഗത്ത് ഹെഡ്ഫോൺ ജാക്ക് മാത്രമേ ഉള്ളൂ. സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് അവർ വളരെ സൗകര്യപൂർവ്വം ഒഴിവാക്കി. ഇപ്പോൾ ഒത്തിരി കമ്പനികൾ അത് ചെയ്യുന്നുണ്ട്. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ട ഒരു സംഗതിയല്ല. ഫോണിൻ്റെ താഴെ ഭാഗത്ത് നമുക്കൊരു ചാർജിങ് പോർട്ട്, സ്പീക്കർ, അതുപോലെ തന്നെ ഒരു മൈക്കും ലഭിക്കുന്നുണ്ട്. ഫോണിൻ്റെ ഇടതുവശത്ത് നമുക്കൊരു സിം ട്രേ ലഭിക്കുന്നുണ്ട്. ഇതൊരു ഹൈബ്രിഡ് സിം ട്രേ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഡിവൈസ് ടെസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു. എല്ലാവരും പറഞ്ഞ ഒരു കോമൺ അഭിപ്രായമാണ് ഇത് ഹോൾഡ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. നന്നായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. 200 ഗ്രാമേ ഇതിന് വെയിറ്റ് ഉള്ളൂ. അതുപോലെ തന്നെ 9.2 mm തിക്നെസ് ഉള്ളൂ. അത് അല്പം കൂടുതലാണ് ആസ് ഓഫ് സ്ലിം സ്റ്റാൻഡേർഡ്സ്. പക്ഷേ ഹോൾഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. ഓവറോൾ ഡിവൈസ് ഫുട് പ്രിൻറ്റ് വലുതായിട്ട് ഒത്തിരിയൊന്നുമില്ല. ബിൽഡിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഇതിന് ഒരു സ്പ്ലാഷ് പ്രൂഫ് കോട്ടിങ്ങും കൂടെ ലഭിക്കുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. റെഡ്മി ഡിവൈസസിനും ഇത് വരുന്നതാണ്. റിയൽമിക്ക് അതിനെയും വരാനുണ്ട്. എങ്കിലും ചെറിയ ചാറ്റൽ മഴയൊക്കെ വന്നു കഴിഞ്ഞാലും അത് താങ്ങും. ഡിസൈൻ്റെ കാര്യത്തിൽ ഒത്തിരി കാര്യങ്ങളൊന്നും ഈ ഡിവൈസിന് ക്ലെയിം ചെയ്യാനില്ല. വലിയ ഫ്ലാഷി ഡിസൈനൊന്നുമില്ല. ഒരു ഗ്രേഡിയൻ ഫിനിഷ് മാത്രം. വിക്ടറി വി ഡിസൈനോ വേവ് പാറ്റേണോ ഒന്നും ഇവിടെയില്ല. അപ്പോൾ ഭയങ്കര ഫ്ലാഷി ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇത് സ്യൂട്ട് ആവണമെന്നില്ല. പക്ഷേ സിമ്പിളായിട്ടുള്ള ഒരു ഡിവൈസാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിവൈസ് നിങ്ങൾക്ക് സെറ്റാവും. എന്നെ ശരിക്കും ഇമ്പ്രസ് ചെയ്തൊരു സംഗതിയിലോട്ടാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. ക്യാമറ എന്ന സെഗ്മെൻറ്റിനെ കുറിച്ച് പറയാം. ഈ ഡിവൈസിൻ്റെ പിൻവശത്ത് ഒത്തിരി ക്യാമറകളൊന്നുമില്ല. എണ്ണി പറയാൻ മാത്രം ഒന്നുമില്ല.
പക്ഷേ പെർഫോമൻസ് നെക്സ്റ്റ് ലെവലായിരുന്നു. ക്യാമറ സോഫ്റ്റ്വെയർ ഞാൻ പദ്ധതിക്ക് ആയിരിക്കുമെന്നാണ് ഓർത്തത്, പക്ഷേ റോ മോഡ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് ക്യാമറ റിവ്യൂവിൽ ഞാൻ പറയാം. ഈ ഡിവൈസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 48 മെഗാ പിക്സൽ f1.7 അപ്പേച്ചറുള്ള പ്രൈമറി ക്യാമറയാണ്. പിന്നിൽ നിങ്ങൾ കാണുന്ന രണ്ടാമത്തെ ക്യാമറ ഉണ്ടല്ലോ, അത് വെറും ഡെപ്ത് സെൻസറാണ്, പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. സെൽഫി പർപ്പസിനായിട്ട് 8 മെഗാ പിക്സൽ f2.2 അപ്പേച്ചറുള്ള ഒരു ക്യാമറ നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു അഡീഷനാണ്, പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റിൽ വരുന്ന മറ്റ് സ്മാർട്ട് ഫോൺസുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ. സ്പെക്കൊക്കെ അവിടെ നിൽക്കട്ടെ, ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോട്ടോകളാണ് അതിനുള്ള ഉത്തരം. ഈ ഫോട്ടോകളിൽ ഞാൻ വളരെ സംതൃപ്തനാണ്, വളരെ എക്സൈറ്റഡ് ആണ്. അതിനുള്ള കാരണം മോട്ടോ G8 പവർ ലൈറ്റിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടാൽ മതി. ഈ ഫോട്ടോകളുടെയൊക്കെ ക്വാളിറ്റി നിങ്ങളെ ശരിക്കും ഇമ്പ്രസ് ചെയ്യും. അതേ മോട്ടോ തന്നെയാണോ ഈ ഫോൺ ഉണ്ടാക്കിയെന്ന് ഓർക്കും. മോട്ടോയുടെ പ്രതാപകാലം തിരിച്ചു വരികയാണോ എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോവും. ചില സ്പെഷ്യൽ മോഡുകളൊക്കെ ഈ ഡിവൈസിനുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു ക്യാമറ റിവ്യൂവിൽ പറയാം. സെൽഫി ക്യാമറയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? വളരെ നന്നായിരുന്നു. പോർട്രേറ്റ് മോഡൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗോസ്റ്റ് ഇഷ്യൂസ് ഒന്നുമില്ല, ഹേലോ എഫക്റ്റ് ഇല്ല. എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മോട്ടോയ്ക്ക് ക്വാളിറ്റി ഇത്രയും കൂടിയോ? ശരിക്കും എന്നെ ഇമ്പ്രസ് ചെയ്തു. ക്യാമറാസിൻ്റെ കാര്യത്തിൽ കോമഡി പറയില്ല, ശരിക്കും നല്ലൊരു ഔട്ട്പുട്ട് നൽകുന്നുണ്ട്. മോട്ടോ ശരിക്കും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ക്യാമറ എന്ന ആ പർട്ടിക്കുലർ സെഗ്മെൻറ്റ് തന്നെ. ഇനി ഡിസ്പ്ലേ എന്ന പോയിന്റിലോട്ട് വരാം. ഇവിടെയാണ് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നടക്കാതെ ഉള്ള പോലെയൊക്കെ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഇവിടെ ഹെവി ക്വാളിറ്റി ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഡിവൈസിന് ഒരു 6.5 ഇഞ്ച് 720p കാറ്റഗറിയിലുള്ള HD+ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. IPS LCD ആണ് ഉപയോഗിച്ചിരുന്ന ഡിസ്പ്ലേ ടൈപ്പ്. അതുപോലെ 270 പിക്സൽസ് ഓരോ ഇഞ്ചിലുമുണ്ട്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ 81.6% ആണ്. ഇതൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പെക്കാണ്. ഇത്ര നാളും നമ്മൾ മോട്ടോയുടെ പല ഡിവൈസുകളിൽ കണ്ട ഒരു സീരീസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 6.5 ഇഞ്ച് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വളരെ കോമൺ ആണ്. റെഡ്മി, റിയൽമി എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു ഡിസ്പ്ലേ കാറ്റഗറിയിൽ ഇപ്പോൾ ഒത്തിരി ഫോണുകൾ വരുന്നുണ്ട്. റെഡ്മിയുടെ കുറേ ഫോണുകൾ വന്നിട്ടുണ്ട്. റിയൽമിയുടെയും ഈ 6.5 ഇഞ്ച് എന്നുള്ള ആ ഫോർമാറ്റ് പിൻപറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു എക്സെപ്ഷണൽ ക്വാളിറ്റി ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ബഡ്ജറ്റിൽ മറ്റുള്ള ഫോണുകളുമായിട്ട് കട്ടക്ക് നിൽക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. 9,000 രൂപ ബഡ്ജറ്റിലും അതിൻ്റെ താഴേക്കും HD+ ഡിസ്പ്ലേ ആണ് മറ്റു മാനുഫാക്ചേഴ്സും നൽകുന്നത്. അതുകൊണ്ട് വലിയൊരു കുറവായിട്ട് ഞാനതെടുത്ത് പറയുന്നില്ല. എങ്കിലും ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഒരു 1000 രൂപയും കൂടി ഇട്ട് Redmi 9 Prime എടുക്കാൻ നോക്കുക. സ്പീക്കർ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നീറ്റായിരുന്നു, അത്രമാത്രം. ഒരു സിംഗിൾ സ്പീക്കർ മാത്രമാണ് ഇതിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സെപ്ഷണൽ ക്വാളിറ്റി ഒന്നുമില്ല. ത്രൂ ഹെഡ്ഫോൺ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴും നമ്മൾ മോട്ടോയുടെയും അതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് ഡിവൈസുകളിൽ നിന്നൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. ഇവിടെയും അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ മൾട്ടിമീഡിയ ആൻഡ് സ്ക്രീൻ പെർഫോമൻസ് ഈ ഒരു ബഡ്ജറ്റിൽ ഓക്കെയാണ്. ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ എക്സെപ്ഷണൽ എന്ന് നമുക്ക് പറയാമായിരുന്നു. ബാറ്ററി പെർഫോമൻസും ചാർജിങ് ക്വാളിറ്റിയും എങ്ങനെയുണ്ട്? ബാറ്ററി പെർഫോമൻസ് കുഴപ്പമില്ലായിരുന്നു, ചാർജിങ് ദുരന്തമായിരുന്നു കേട്ടോ, ആത്മാർത്ഥമായിട്ട് പറയാം. മോട്ടോയ്ക്ക് ഒരു 15 വാട്ട് ഫാസ്റ്റ് ചാർജറെങ്കിലും കൊടുക്കുമായിരുന്നെങ്കിൽ. പിന്നെ ഈ ബഡ്ജറ്റിൽ വേറെ ഫാസ്റ്റ് ചാർജേഴ്സ് കുറവായതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇനി ഇതിനുള്ള ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ Type-C പോർട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഉണ്ടാഞ്ഞിട്ട് പോലും അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് നൽകുന്നുണ്ട്. ചാർജായി കിട്ടിയാൽ മതി, കിട്ടിക്കഴിഞ്ഞാൽ ആശന ഉറച്ചു നിന്നോളും. നല്ല പെർഫോമൻസ് നൽകുന്നുണ്ട്. പിന്നെ ഇതിനകത്തുനിന്ന് ബാറ്ററി ഊറ്റിക്കളയാൻ ഒത്തിരി ഫീച്ചേഴ്സൊന്നുമില്ല. സിമ്പിൾ ഫോണാണ്, ഒത്തിരി ഫാൻസി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നുമില്ല. ഈ ഡിവൈസിന് ഒരു 5000 mAh ബാറ്ററി ഉള്ളതുകൊണ്ടും സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ടും ഏകദേശം 4 ദിവസം വരെ സ്റ്റാൻഡ് ബൈ കിട്ടും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ 51% കൊണ്ട് 2 ദിവസത്തേക്കും കൂടെ ഈ ഡിവൈസ് പോകുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതിനേക്കാളും മുകളിൽ പോകും കേട്ടോ. പക്ഷേ ഞങ്ങളുടെ യൂസേജിൽ സ്റ്റാൻഡ് ബൈ അത്രമാത്രം. ഞങ്ങളുടെ റെഗുലർ യൂസേജിൽ ഏകദേശം 6 മണിക്കൂറോളം ഇതിൻ്റെ സ്ക്രീൻ ഓൺ ടൈം കിട്ടി. നിങ്ങൾ അല്പം കൺസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അതിനേക്കാളും SOT കിട്ടും കേട്ടോ. ഇനി സ്പെസിഫിക്കേഷനുകളെക്കുറിച്ച് പറയാം. ഇവിടെയാണിത് ചെറുപ്പക്കാർക്ക് സ്യൂട്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ പറയുന്നത്. ഈ ഡിവൈസിൽ Android 10 ആണ് ഇപ്പോഴും റൺ ചെയ്യുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫീലാണ്. അതായത് എങ്ങനെയാണോ ഗൂഗിൾ നമ്മൾക്ക് ആൻഡ്രോയിഡ് യൂസ് ചെയ്യാൻ തരാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെയാണ് മോട്ടോ നമുക്ക് നൽകിയിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള ഒത്തിരി വേണ്ടാത്ത ഫീച്ചേഴ്സൊന്നുമില്ല. ബ്ലോട്ട്വെയറുകളില്ല, ആഡുകളില്ല. ഓൾമോസ്റ്റ് ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്. ഇപ്പോൾ നിങ്ങൾ കണ്ട ആ കുറച്ച് ആപ്പുകൾ മാത്രമാണ് ഈ ഫോൺ തുറക്കുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്നത്. വേറെ ഒരു രീതിയിലുള്ള ബ്ലോട്ടുകളും ഇല്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിനകത്ത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്പുകളൊന്നും നമുക്ക് എടുത്ത് കളയാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ യൂട്യൂബ് മ്യൂസിക്കൊന്നും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ കഴിയില്ല. ബട്ട് എനിക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഓവറോൾ കൂടുതൽ ബ്ലോട്ടുകളൊന്നും ഇല്ലല്ലോ. ഫേസ്ബുക്കിൻ്റെ മൊബൈൽ ആപ്പ് മാത്രമാണ് ഞാൻ സ്വാഗതം ചെയ്യാത്ത ഒരാളായിട്ട് അതിനകത്തുണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് വേറെ ഉപദ്രവമൊന്നും ചെയ്യുന്ന ആപ്പുകളല്ല, ആഡ്വെയറുകളല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും മോട്ടോ E7 Plus ഞാൻ റെക്കമെൻഡ് ചെയ്യും.
അതിനർത്ഥം ഇത് വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ ആണെന്നല്ല. യൂസർ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഒട്ടും ബോറിംഗ് ആയിട്ട് തോന്നില്ല. കാരണം മോട്ടോ ആക്ഷൻസ് ഇതിൽ ലഭിക്കുന്നുണ്ട്. മോട്ടോ ആക്ഷൻസും ജസ്റ്റേഴ്സും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോട്ടോ ഡിവൈസസ് ഇത്ര നാൾ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതായത് നിങ്ങൾ ചില ആക്ഷൻസ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ സെൻസേഴ്സ് ഈ ഡിവൈസിലുണ്ട്. അത് ട്രിഗർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആക്ഷനുള്ള റെസ്പോൺസ് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഫോൺ ഒന്ന് കുലുക്കി കഴിയുമ്പോഴേക്കും അതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവും. ഇതൊക്കെ നിങ്ങൾ സെറ്റിങ്സിൽ പോയി ടേൺ ഓൺ ചെയ്യണം കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് നല്ല അടിപൊളി ഫീച്ചേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഒട്ടും ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്ടിലിറ്റി ഉള്ള ഫീച്ചേഴ്സാണ് മോട്ടോ ആക്ഷൻസിൽ വരുന്നത്. ഈ ഡിവൈസിൻ്റെ ഒരു സെപ്പറേറ്റ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൺ കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബിക്സ്ബി ബട്ടനൊക്കെ പോലെ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ടേൺ ഓൺ ആവും. അതെന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർക്ക്, അതായത് ഞാൻ അങ്ങനെ ഒരു സെപ്പറേറ്റ് ബട്ടൺ ഇല്ലാത്തൊരു ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഞാനത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് പ്രത്യേകിച്ച് റെലവൻസ് ഒന്നും കണ്ടില്ല. എന്നാൽ കുറച്ച് ദിവസം കൊണ്ട് അതൊന്ന് പരിചയമായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതിൻ്റെ പൊസിഷനിങ് സൂപ്പറാണ് കേട്ടോ. ഇച്ചിരി മുകളിലോട്ട് കയറ്റിയാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് കൈ തട്ടി ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ടേൺ ഓൺ ആവത്തില്ല. അതൊരു നല്ല സംഗതിയാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം, നിങ്ങളൊരു 50 വയസ്സിനൊക്കെ മുകളിലുള്ള ഒരാൾക്ക് ഇങ്ങനൊരു ഫോൺ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് അതിൻ്റെ ജസ്റ്റർ നാവിഗേഷൻ ഓഫ് ചെയ്തിട്ടിട്ട് അതിൻ്റെ നാവിഗേഷൻ ബട്ടൺസ് ടേൺ ഓൺ ആക്കി കൊടുക്കുക. അതൊരു ചെറിയ നോട്ടായിട്ട് ഞാൻ പറയാൻ കാരണം, ഞാൻ ഇങ്ങനെ ഒരാൾക്കാണ് ഈ ഫോൺ എടുത്തു കൊടുത്തത്. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞു അത് ജസ്റ്റർ നാവിഗേഷൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു. ഓവറോൾ സോഫ്റ്റ്വെയർ യൂസർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. വാനില ക്ലീൻ ആയിരുന്നു. ഒരു സിമ്പിൾ ഫോൺ ആഗ്രഹിക്കുന്ന ആർക്കും ഞാൻ ഈ ഡിവൈസ് റെക്കമെൻഡ് ചെയ്യും. ഗെയിമിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കോൾ ഓഫ് ഡ്യൂട്ടിയിൽ ഗ്രാഫിക്സും ഫ്രെയിം റേറ്റും വെരി ഹൈയിൽ നമുക്ക് കളിക്കാൻ കഴിയും. ഇനി ഫ്രെയിം റേറ്റ് മാക്സിലിട്ടുകൊണ്ട് ഗ്രാഫിക്സ് ഹൈ ലെവലിൽ സെറ്റ് ചെയ്യാനും പറ്റും. അതായത് അത്രയും കേപ്പബിളാണ് എൻ്റെ GPU. കാരണം സ്നാപ്ഡ്രാഗൺ 665, 660 ഇതിലെല്ലാം ഉപയോഗിക്കുന്ന അഡ്രീനോ 610 എന്ന ഗ്രാഫിക്സ് പ്രോസസ്സറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഡിവൈസിൽ വരുന്ന സ്നാപ്ഡ്രാഗൺ 460 എന്ന പ്രോസസ്സറാണ്. 11 നാനോമീറ്റർ മാനുഫാക്ചറിങ് പ്രോസസ്സിലാണ് ഇതും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഹീറ്റിംഗ് ഒന്നുമില്ലായിരുന്നു. ഒരു സെപ്പറേറ്റ് ഗെയിമിംഗ് റിവ്യൂ ഉടനെ ഉണ്ട് കേട്ടോ. മറ്റ് സ്പെസിഫിക്കേഷനുകളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ഡിവൈസിൻ്റെ ബേസ് വേരിയൻറ്റ് തുടങ്ങുന്ന 4GB 64GB എന്ന കോൺഫിഗറേഷനാണ്. അതായത് 9500 അല്ലെങ്കിൽ 9000 രൂപയ്ക്ക് ഇതിൻ്റെ 4GB റാം വേരിയൻ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നല്ല റാം മാനേജ്മെൻ്റ് ഉണ്ട്. ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. 64GB ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഏകദേശം 49GBയോളം യൂസർ അവൈലബിൾ മെമ്മറി ആയിട്ടുണ്ട്. ഇനി ഇതിൽ 28 സെൻസേഴ്സ് പ്രസൻ്റ് ആണ്. അതായത് എല്ലാം തന്നെ മോട്ടോ ആക്ഷൻസിന് സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. ഗെയിമേഴ്സിനൊരു ദുഃഖവാർത്തയുണ്ട്, ഗൈറോ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യത്തില്ല. പ്രോക്സിമിറ്റി, ലൈറ്റ് സെൻസർ, അതുപോലെ ആക്സലറോമീറ്റർ, ബാക്കി ഒട്ടുമിക്ക നോർമൽ സെൻസേഴ്സ് എല്ലാം ഇതിനകത്തും പ്രസൻ്റ് ആണ്. ഇനി ഈ ഡിവൈസ് ആർക്കുള്ളതാണ് എന്ന് വളരെ ബ്രീഫായിട്ട് പറയാം. നല്ല വാനില എക്സ്പീരിയൻസ്, അതായത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന ഒരാൾക്ക്, പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ, കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റി, ഇതെല്ലാമാണ് നിങ്ങൾക്ക് ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിവൈസിലോട്ട് വരാൻ കഴിയും. ഒത്തിരി ഫാൻസി ആയിട്ടുള്ളതൊന്നും വേണ്ട, അത്യാവശ്യം ഫോർമലായിട്ടൊരു ഡിവൈസ് മതി എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിലും മോട്ടോ E7 Plus നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. നല്ല ബാറ്ററി ബാക്കപ്പ് ലഭിക്കണം എന്നാണെങ്കിലും ഈ ഡിവൈസ് നല്ലൊരു പർച്ചേസ് ആയിരിക്കും. മോട്ടോ കറക്റ്റായിട്ടുള്ളൊരു ഡയറക്ഷനിലോട്ടാണ്. ഇത്രയാണ് ഞങ്ങളുടെ ഒബ്സർവേഷൻ. ഞങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തത് കമൻറ്റ് ബോക്സിൽ ഓർമ്മിപ്പിക്കുക. നാളെ ഇതുപോലെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളെ കാണുന്നവരെ ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് നൗ.